ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ദ റിമൈൻഡർ വെൻ 9^15 + 6 ഈസ് ഡിവൈഡ് ബൈ 8. 9^15 + 6 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ശരിക്കും എക്സ്പൊണൻസുമായി ബന്ധപ്പെട്ടതല്ല, എന്ന് മറിച്ച് റിമൈൻഡർ തിയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ സ്വഭാവം കാണുമ്പോൾ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. എന്താണ് റിമൈൻഡർ തിയറത്തിൽ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ദറ്റ് ഈസ് വി ഹാവ് x⁻n എന്നുള്ള ഒരു നമ്പറിനെ ഡിവൈഡ് ബൈ x-1 എന്നുള്ളൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ റിമൈൻഡർ ഈസ് ആൾവേസ് 1. ഈ റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും. അതായത് 9^8/8 ഡിവൈഡ് ചെയ്താലും 9^10/8 ഡിവൈഡ് ചെയ്താലും 9^900/8 ഡിവൈഡ് ചെയ്താലും, ഇനി അതല്ല 111 ഡിവൈഡ് ബൈ 110 ദ ഹോൾ റേസ് ടു 111 ഡിവൈഡ് ചെയ്താലും, ദറ്റ് ഈസ് മുകളിൽ എക്സ് ആണെങ്കിൽ ജസ്റ്റ് പ്രിസീഡിങ് നമ്പർ x-1 താഴ്ത്തു വരുന്നു, എക്സിൻ്റെ ഏത് പവർ മുകളിൽ വരാം, ഓൾവേസ് ദ റിമൈൻഡർ ഗോസ് ടു 1 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ 9^15 + 6 എന്നുള്ള ഡിജിറ്റിൽ നമുക്കറിയാം 9^15 പ്ലസ് എന്തുണ്ട് 6 ഉണ്ട്. 9^15 ഡിവൈഡ് ചെയ്യുന്നത് 8 ആണ്, ജസ്റ്റ് പ്രിസീഡിങ് നമ്പറാണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, 2 എന്ന് എഴുതാൻ പറ്റില്ല. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് -3 എന്ന് എഴുതാൻ പറ്റില്ല. 9ഉം ജസ്റ്റ് പ്രിസീഡിങ് നമ്പറും മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ ഡിഫറൻസ് 1 ആയിരിക്കുമ്പോൾ മാത്രമാണ് ഈ റിമൈൻഡർ 1 എന്ന് എഴുതുന്നത്. ദിസ് റിമൈൻഡർ ഈസ് ഗോസ് ടു 1. ഈ റിമൈൻഡർ 1 ആയി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ ആരാണ്? 6 ആണുള്ളത്. 1 + 6 ഉണ്ട്. ബൈ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 8 കൊണ്ടാണ്. ദെൻ 1 + 6 8 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + 6 ഗോസ് ടു 7 ആൻഡ് 8നെ എക്സീഡ് ചെയ്യുന്നില്ല. ദർഫോർ 7 ഈസ് ദ റിമൈൻഡർ. 1 + 6 തന്നെ 7 മാത്രമേ ഉള്ളൂ. ദർഫോർ 7 ഈസ് ദ റിമൈൻഡർ. 2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.00008 × 1/3? ദിസ് നമ്പർ റേസ് ടു 1/3യുടെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ബേസിക്കലി 2² ഈസ് ഈക്വൽ ടു വാട്ട്? 4. ദെൻ തിരിച്ചെഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? √4 ഈസ് ഈക്വൽ ടു വാട്ട്? 2. 2² ഈസ് 4. റിവേഴ്സ് പ്രോസസ് എഴുതുമ്പോൾ √4 ഈസ് ഈക്വൽ ടു 2. ഇതിന് നമ്മൾ വേറൊരു സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. 4^1/2 ഈസ് ഈക്വൽ ടു 2. 4^1/2 ഈസ് ഈക്വൽ ടു 2. അതായത് ഒന്നുകൂടി പറയാം, നമ്മൾ 3^2 ഈസ് ഈക്വൽ ടു 9. ദെൻ √9 ഈസ് ഈക്വൽ ടു വാട്ട്? 3. വേറൊരു സിമ്പിൾ മാത്രമാണ് ഇതിന്. ദറ്റ് ഈസ് 9^1/2 √, എന്ന എക്സ്പ്രസ്സിന് പകരം ⁻1/2 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ദറ്റ് ഈസ് ഈക്വൽ ടു 3. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദറ്റ് ഈസ് എ സിമ്പിൾ നൊട്ടേഷൻ മാത്രമാണിത്. അതേപോലെ തന്നെ നമുക്ക് 2^3 ഈസ് ഈക്വൽ ടു 8. 2^3 ഈസ് ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ തിരിച്ച റൂട്ട് പറയും. ഇവിടെ സ്ക്വയർ റൂട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് പറയുക ക്യൂബ് റൂട്ട് എന്നാണ് പറയുക. അതായത് വെറും ഇങ്ങനെ സിമ്പിൾ ഇടുമ്പോൾ അത് സ്ക്വയർ റൂട്ടിന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഇവിടെ ഒരു 3 എഴുതണം. ഇറ്റ് ഈസ് ⁻8 എന്നാണ് പറയുക. ⁻8 ഈസ് ഈക്വൽ ടു തിരിച്ച് പറയുമ്പോൾ എവിടെ നിന്നാണോ 2³ വന്നത് അവിടേക്ക് ⁻8 മടങ്ങിപ്പോകുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 2. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷൻ എഴുതിയ പോലെ ഇവിടെയും ഒരു ഭിന്നസംഖ്യ എക്സ്പ്രഷൻ, ഫ്രാക്ഷൻ എക്സ്പ്രഷൻ നമ്മൾ എഴുതും. ദറ്റ് ഈസ് 8^1/3 ഈസ് ഈക്വൽ ടു വാട്ട്? 2. ദറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ പറയാം 4^3 ഈസ് ഈക്വൽ ടു, വി നോ 4 × 4 × 4 ദറ്റ് ഈസ് ഈക്വൽ ടു 64. 4^3 ഈസ് ഈക്വൽ ടു 64. തിരിച്ച് പറയുമ്പോൾ നമ്മൾ √64 എന്ന് വായിക്കരുത്, ⁻64 എന്ന് എഴുതണം. എവിടെ നിന്നാണോ 64 ക്യൂബായിട്ട് വന്നത് അവിടേക്ക് മടങ്ങിപ്പോകണം. ദറ്റ് ഈസ് ഈക്വൽ ടു 4. തിരിച്ച് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ 64^1/3 ഈസ് ഈക്വൽ ടു വാട്ട്? 4 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ 8ൻ്റെ ക്യൂബ് റൂട്ടിനെ പറ്റി ചെക്ക് ചെയ്യുന്നത്. 8ൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ മനസ്സിലാക്കി. 1^1/3 എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ടിലേക്ക് മടക്കുമ്പോൾ 8ൻ്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം. 8^1/3 ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദറ്റ് ഈസ് 8^1/3 ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് 2 എന്ന് പറഞ്ഞു 2. ദെർഫോർ ഇതിൻ്റെ ഫ്രാക്ഷൻ ഈ ഡെസിമൽ ഫോമിലെ ഈ ഡെസിമൽ നമ്പർ കൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദറ്റ് ഈസ് ഇതിൻ്റെ ഡെസിമൽ നമ്പർ നമ്മൾ 0.02 ആണെങ്കിലാണ് ⁻3 വരുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടാവും? ഇതിൻ്റെ ഇപ്പോൾ ⁻3യിൽ 3 × 2 6 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. 3 × 2 6 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ദറ്റ് ഈസ്
0.02 the whole raised to 3 and this number, therefore cube root of this is 0.02. 2018 തന്നെ മറ്റൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഈ 15^3/2 ഇൻറ്റു 15^x/2 ഈസ് ഈക്വൽ ടു 15^8. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് എന്നുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം എക്സ്പോണൻസിൻ്റെ നമ്മളുടെ പ്രോഡക്റ്റിൽ പറയുന്നത് ഈ രണ്ട് പവറും ആഡ് ചെയ്യാനാണ്. ബേസ് 15 ആണ്. അത് ആദ്യം ചെക്ക് ചെയ്യണം. 3/2 പ്ലസ് ഇത് പവർ എക്സ് പ്ലസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ എന്താ പവർ വരിക 3/2 പ്ലസ് x/2 a raised to m into a raised to n is equal to a raised to m into a raised to n is equal to a raised to m plus n. Then 3/2 plus x/2 ആണ് മുകളിൽ പവർ കൗണ്ട് ആഡ് ചെയ്ത് വരിക. ദാൻ ഹിയർ ഈസ് ഈക്വൽ ടു ഇവിടെ 15 raised to എന്താണ് 8 ആണ്. ദർഫോർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം 3/2 plus x/2 is equal to what 8 and that is same denominator ആണ്. that is 3 plus x/2 is equal to 8. ഇവിടെ നമുക്കുള്ള കാൽക്കുലേഷൻ നിങ്ങൾ എഴുതി ചെയ്യരുത്, മനസ്സിൽ ചെയ്ത് പരിശീലിച്ച് പോകണം. that is 3 plus x is equal to എന്തായിട്ട് മാറും 16 and 3 plus x 16 ആണെങ്കിൽ x is equal to what 13. x is equal to 13. അത് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുതി ഒരു ശീലം ഉണ്ടാവും. അത് മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. therefore x is equal to what 13. 2017 ചോദ്യപേപ്പറിലെ ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ റിമൈൻഡർ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ റിപ്പീറ്റേഷനാണ്. സെയിം ക്വസ്റ്റ്യൻസ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാം. 2017 ചോദ്യമാണ്. 3x + y = 9, 3y - x = 81 ആണെങ്കിൽ x എന്ന സംഖ്യ എത്രയാണ്? വാട്ട് ഈസ് എ നമ്പർ എക്സ്? ദെൻ 3x + y ദാറ്റ് ഈസ് 3 ആണ് ഇവിടെ, 9 ആണ് ഇവിടെ. കമ്പയർ ചെയ്യാൻ എപ്പോഴും നമ്മൾ സെയിം ബേസിലാക്കണം. ദെൻ ഇവിടെ 3 what 2 9 നമ്മൾ 3 എന്ന് എഴുതാം. ആൻഡ് 3y - x = 81 ആൻഡ് 81 ഈസ് what 3 9 × 9 81. അപ്പോൾ 9 × 9 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 3 എന്ത് കിട്ടും 4 കിട്ടും. ദെൻ x + y = ഇക്വേറ്റ് ചെയ്യുക. x + y = ദറ്റ് ഈസ് ഹിയർ സെയിം ബേസ് ആണ്. അപ്പോൾ x + y = എന്ത് എഴുതാം 2 ആൻഡ് ഹിയർ 2y - x 2y - x = ഇവിടെ പവർ 2y - x ആണ്. ആ പവർ എന്തായി കഴിഞ്ഞു 4 ആയി കഴിഞ്ഞു. ദെൻ വി ഗെറ്റ് 4. ദെൻ ഇത് രണ്ടും ഇവിടെ x + y = 2 ആൻഡ് 2y - x = 4. ഇത് രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ 4 + 2 = what 6 കിട്ടും നമുക്ക്. ഈ വൈയും 2y ആഡ് ചെയ്യാൻ y + 2y = 3y ആൻഡ് ഈ എക്സും മൈനസ് ആണത്. എക്സ് മൈനസ് എക്സ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ദെൻ 3y = 6. ആലോചിക്കുക വൈയുടെ അവിടെ എന്ത് വരണം y = 2. ദെൻ y = 2. ദെൻ പെട്ടെന്ന് ആൻസർ എന്ത് എഴുതും y = 2 എഴുതും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എക്സും വൈയും വരുന്ന ക്വസ്റ്റ്യനിൽ എപ്പോഴും വയസ്സ് വരുന്ന ചോദ്യങ്ങൾ, എക്സും വൈയും വരുന്ന ചോദ്യങ്ങൾ, ഇതിലൊക്കെ ആരുടെ വയസ്സാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എക്സും വൈ വരുന്ന ചോദ്യങ്ങളിൽ എക്സ് ആണോ വൈ ആണോ ചോദിച്ചിരിക്കുന്നതെന്നും കൃത്യമായി ശ്രദ്ധിക്കണം. y = 2 എന്ന് കുട്ടി ഇത് കറുപ്പിക്കുന്നതോടുകൂടി ആ എഫർട്ട് ഫുള്ള് നമുക്ക് ക്യാൻസലായി നമ്മളുടെ മാർക്ക് പോകും. ദെൻ y = 2 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദ്യം. എക്സ് ഈസ് വാട്ട് y = 2 അല്ലെങ്കിൽ y = 2 x = 0. എക്സിൻ്റെ വാല്യൂ എന്താണ് 0. 2016 ചോദ്യപേപ്പറാണ്. 2n × 2n + 1 - 1 = 2016 ആണെങ്കിൽ n എത്രയാണ് എന്നാണ് ചോദ്യം. ഇതിൽ നമ്മൾ ഓപ്ഷൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കില്ലായിരുന്നു. നമുക്ക് ഫസ്റ്റ് സ്മോൾ ഡിജിറ്റ്സ് ഒക്കെ ആയിരിക്കുമ്പോൾ ഏറ്റവും നല്ലത്. അതായത് ഈ 4 n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2⁴ ഇൻറ്റു വാട്ട് 2⁵ - 1 കിട്ടും. 2⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ് ദാറ്റ് ഈസ് 16 ഇൻറ്റു 2⁵ എത്രയാണ് 32. 32 - 1 എത്രയാണ് 31. റിസൾട്ട് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. 2016 അതെടുക്കാൻ കഴിയില്ല. ദെൻ നെക്സ്റ്റ് നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 5 ആണ്. ദാറ്റ് ഈസ് 2⁵ ഇൻറ്റു 2⁵ - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2⁵ n 5 കൊടുത്തു. അപ്പോൾ 2⁵ ഇൻറ്റു 2⁵ - 1 കിട്ടും. 2⁵ വാല്യൂ എത്രയാണ് ദാറ്റ് ഈസ് 2⁴ is 60, 2⁵ is 32. അപ്പോൾ 32 ഇൻറ്റു what is 2�6 that is 64. 32ൻ്റെ ഡബിൾ ആണ് 2⁵. 2⁵ ഡബിൾ ആണ് 2�6 that is 64. 64 - 1 is what 63. then 32 into 63 you get 6×3 18. 1800 അടുക്കുന്നുണ്ട്. 6×3 18. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത നമ്പർ കൊടുക്കുമ്പോൾ വലിയൊരു നമ്പർ എക്സീഡായി മാറും.
അപ്പോൾ ഇത് ഏകദേശം ആ നമ്പറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ദെർഫോർ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ദ ആൻസർ ഈസ് n ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ ഒന്നതാണ് 2 റേസ് ടു n-ൻ്റെ ഡബിൾ. 2 റേസ് ടു n-ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഡബിൾ ഓഫ് 2 റേസ് ടു n ഈസ് 2 റേസ് ടു n ഇൻറ്റു 2. ദറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു n പ്ലസ് 1 ആണ്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. 2 റേസ് ടു n-ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2 റേസ് ടു n പ്ലസ് 1 ആണ്. വാട്ട് ഈസ് 2 റേസ് ടു 100-ൻ്റെ ഹാഫ്? 2 റേസ് ടു 100-ൻ്റെ ഹാഫ് എത്രയാണ്? 2 റേസ് ടു 50 എന്നുണ്ടായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. 2 റേസ് ടു 50 അല്ല, 2 റേസ് ടു 100-ൻ്റെ ഹാഫ്. 2 റേസ് ടു 100/2 വരുമ്പോൾ ദറ്റ് ഈസ് ഒരു 2 ക്യാൻസൽ ചെയ്യും. ദറ്റ് ഈസ് എത്ര 2 ഉണ്ടാവും? 99 2 ഉണ്ടായിരിക്കും. 2 റേസ് ടു 100-ൻ്റെ ഹാഫ് 2 റേസ് ടു 99 ആണ്. 2 റേസ് ടു 99-ൻ്റെ ഡബിള് 2 റേസ് ടു 100 ആണ് എന്നുള്ളൊരു പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വന്ന് ചോദിച്ചതാണ് 6 minus 1 into 6 square minus 1 into 6 raised to 3 minus 1 etc. 6 raised to 100 minus 1 എന്ന ഗുണനഫലം കണക്കാക്കിയാൽ 1-ൻ്റെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇത് നമ്മൾ 6 മൈനസ് 1 എൻഡ് ചെയ്യുക ഏ നമ്പറിലാണ്? 5-ലാണ് എൻഡ് ചെയ്യുക. 6 സ്ക്വയർ എൻഡ് ചെയ്യുക 6-ൻ്റെ ഏത് പവറും 6-ലാണ് എൻഡ് ചെയ്യുക. 6 റേസ് ടു 1 ആണെങ്കിലും 6 റേസ് ടു 2 ആണെങ്കിലും 6 റേസ് ടു 3 ആണെങ്കിലും ഒക്കെ എവിടെ എൻഡ് ചെയ്യാം? ഏത് പവറും 6-ൽ എൻഡ് ചെയ്യും. അപ്പോൾ 6-ൽ എൻഡ് ചെയ്യുന്നു 6 സ്ക്വയർ. ഈ 6 സ്ക്വയർ മൈനസ് 1 ഏൽ എൻഡ് ചെയ്യുന്നു? 5-ൽ എൻഡ് ചെയ്യുന്നു. 6 റേസ് ടു 3 6-ൽ എൻഡ് ചെയ്യുന്നു. ഇത് നമ്പർ ഏൽ എന്ത് ചെയ്യുന്നു? 5-ൽ എൻഡ് ചെയ്യുന്നു. ഈ നമ്പർ എന്തിലെന്നു? 5-ൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്പറൊക്കെ 5-ലാണ് എൻഡ് ചെയ്യുന്നത്. അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ മാത്രമേ പറയും നമ്മൾ. അപ്പോൾ അവസാനം ഒക്കെ 5 ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഗുണിക്കുമ്പോൾ എന്ത് വരും? യു ഗെറ്റ് വാട്ട്? 5. അടുത്ത ചോദ്യം 4 റേസ് ടു 44 4 ടൈംസ്. നമ്മൾ 4 റേസ് ടു 44-നെ എത്ര ടൈംസ് കാണുന്നു? 4 ടൈംസ് കാണും. ഈസ് ഈക്വൽ ടു 4 റേസ് ടു എക്സ് ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. ദെൻ ഇവിടെ 4 ടൈംസ് 4 റേസ് ടു 44 സം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 റേസ് ടു 44 എന്ന് കിട്ടും. ദറ്റ് ഈസ് 4 റേസ് ടു 44 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്. ഈസ് ഈക്വൽ ടു വി ഗെറ്റ് വാട്ട്? 4 റേസ് ടു എക്സ്. അപ്പോൾ 4 ഇൻറ്റു 4 റേസ് ടു 44 ഇവിടെ പവർ 44 ആണ്, ഇവിടെ പവർ 1 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് എങ്ങനെയാണ്? രണ്ടും കൂട്ടി ഇക്വേറ്റ് ചെയ്യും. ഇവിടെ പവർ 1 ആണ്. 1 പ്ലസ് 44 ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് പവർ? എക്സ്. 1 പ്ലസ് 44 ഈസ് വാട്ട്? 45. ആൻസർ ഈസ് വാട്ട്? 45 ഈസ് ദ ആൻസർ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി മാറ്റി ചോദിക്കാനുള്ള സാധ്യത ഇങ്ങനെയാണ്. അങ്ങനെ ചോദിക്കാം 4 റേസ് ടു എക്സ് പ്ലസ് 4 റേസ് ടു എക്സ് പ്ലസ് 4 റേസ് ടു എക്സ് പ്ലസ് 4 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 4 റേസ് ടു 100. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഈ 4 ടൈംസ് ആര് വരുന്നു? 4 റേസ് ടു എക്സ് വരുന്നു അല്ലേ? ഈസ് ഈക്വൽ ടു വാട്ട് എന്ത് കിട്ടും? 4 റേസ് ടു 100 കിട്ടുന്നു. ഇവിടെ 1ഉം ഇവിടെ എക്സും 1 പ്ലസ് എക്സ് ആണ് എന്ത് കിട്ടുന്നത് അല്ലേ? 4 റേസ് ടു 1 പ്ലസ് എക്സ് വരും. 1 പ്ലസ് എക്സ് ആണ് 100 നിന്ന്. എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് എഴുതണം? ദറ്റ് ഈസ് 99 എന്ന് എഴുതണം. ചോദ്യമാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ഇഫ് n 8 റേസ് ടു മൈനസ് 3 ഇൻറ്റു 8 റേസ് ടു മൈനസ് 5 ഈസ് ഈക്വൽ ടു 1/4 റേസ് ടു n. ദെൻ how you calculate this problem? 8 raised to minus 3 is a simple and we can transfer it as 1/8 raised to 3 into 8 raised to minus 5 is transferred as 1/8 raised to 5 and that is equal to 1/4 raised to n. 8 raised to 3 8 raised to 5 എന്ത് എഴുതാം? 8 raised to 3 plus 5 എന്ത് എഴുതാം? 8 എഴുതാം. that is equal to 1/4 raised to x. ഇവിടെ 8 is equal to x എന്ന് എഴുതരുത്, കാരണം സെയിം ബേസ് അല്ല. ഒന്ന് 8 ആണ്, ഒന്ന് 4 ആണ്. അപ്പോൾ രണ്ടിന് സെയിം ബേസിലേക്ക് ആക്കണം. 8നെയും 4നെയും ആക്കാൻ പറ്റുന്ന സെയിം ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 1/2 raised to 3. 8ന് 2 raised to 3 എന്ന് എഴുതി. the whole raised to എന്ത് എഴുതാം? 8 is equal to 1/2 raised to 2 the whole raised to what? x എന്ന് എഴുതാം. that is 2 raised to 3 the whole raised to 8 എന്ന് പറയുമ്പോൾ 2 raised to 3 into 8 വരും. a raised to m the whole raised to n is equal to a raised to mn. 24 വരും. is equal to ഇവിടെ എന്ത് വരും? that is 2x. ഇക്വേറ്റ് ചെയ്യുക. സെയിം ബേസ് ആയി കഴിഞ്ഞു. then x is equal to 2നും ഇങ്ങോട്ട് കൊണ്ടാണ് നിൽക്കരുത്, ആലോചിച്ച് എഴുതണം. that is equal to എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? എക്സിൻ്റെ സ്ഥാനത്ത് 12. therefore 12 is the answer. അടുത്ത ചോദ്യം 2 raised to 99ന്റെ വികസിത രൂപത്തിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നമ്മൾ ഏത് ചോദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ അതായത് 6 raised to ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 raised to any power goes to 6 and 5 raised to any power goes to what? 5.
and 0 raised to any power goes to what? 0. 1 raised to any power goes to what? 1. നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പൊതു സ്ട്രാറ്റജി ഇതിലാണ്. ഈ 99 ഇവിടെ വരുന്ന നമ്പറിനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് 99നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 99നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ റിമൈൻഡർ നോക്കണം. അതിൻ്റെ റിമൈൻഡർ ദാറ്റ് ഈസ് 80 വരെ പോയി 4ൻ്റെ മൾട്ടിപ്ല, പിന്നെ നമ്മൾ 16 വരെ പോയി, അതായത് 96 വരെ പോയി 4ൻ്റെ മൾട്ടിപ്ല, ബാക്കി എന്തുണ്ട്? 3 ഈസ് ദ റിമൈൻഡർ. ഏത് നമ്പറും നമ്മൾക്ക് എന്ത് ചെയ്താൽ 2�3 അങ്ങനെ റിമൈൻഡർ നോക്കി മാപ്പ് ചെയ്താൽ മതി. അതായത് 2�3യിലേക്കാണ് ഈ നമ്പർ മാപ്പ് ചെയ്യുക. 2�3 ഈസ് വാട്ട്? 8. ദർഫോർ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഇനി 2⁴443 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരിക? 3 വരും. ആ 2�3യിലേക്ക് അപ്പം മാപ്പ് ചെയ്താൽ മതി. ദർഫോർ 8 ഈസ് ദ ആൻസർ. 2018 ചോദ്യമാണ്. 3⁴1 പ്ലസ് 3⁴2 പ്ലസ് 3⁴3 പ്ലസ് 3⁴4 പ്ലസ് 3⁴5നെ പൂർണ്ണമായി ഹരിക്കുന്ന സംഖ്യ. ദ നമ്പർ ദാറ്റ് എക്സാക്ട്ലി ഡിവൈഡ്സ് ദിസ് ടേം, ദറ്റ് ഇസ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ചോദിക്കാം വിച്ച് ദ ഫോളോയിങ് ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് ടേം എന്ന് ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 3⁴1 ആൻഡ് 3⁴2? നമുക്കറിയാം 3⁴1നെ ഇൻറ്റു ഒരു 3 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 42 കിട്ടും. 41 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 42. ദെൻ 3⁴43 നമ്മൾ ബന്ധമെന്ന് പറഞ്ഞാൽ 3⁴1നെ ഇൻറ്റു 3 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് വട്ട്? 3⁴43. അതേപോലെ തന്നെ 3⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 3⁴44. അതേപോലെ തന്നെ 3⁴4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ 3⁴45 ലഭിക്കും. അതായത് ഈ ടേംസ് ഒക്കെ നോക്കുമ്പോൾ 3⁴41 ഒരു കോമൺ ഫാക്ടറാണ്. ഇവിടെ 3⁴41 ഉണ്ട്, ഇതിൽ 3⁴41 ഉണ്ട്, ആൻഡ് ആൾ ടേംസ് ഹാവ് 3⁴41 ഈസ് എ കോമൺ ഫാക്ടർ. അപ്പോൾ 3⁴41 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. 3⁴41 ഔട്ട് സൈഡ് എടുക്കാം. 3⁴41 ഔട്ട് സൈഡ് എടുക്കുന്ന ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പർട്ടി. 3⁴41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3⁴41നെ 3⁴41 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ദെൻ ഇവിടെ 3 ആണ് അടുത്ത ഫാക്ടറായിട്ട് നിലനിൽക്കുക. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? 3 സ്ക്വയർ കിട്ടും. 3⁻³ ആൻഡ് 3⁴. ദറ്റ് ഈസ് ഈക്വൽ ടു 3⁴41 ഇൻറ്റു 1 പ്ലസ് 3 is 3. 3 square is what? 9. And 3⁻³ is what? 27. And 3⁴ is what? 81. Then what is this sum? 3⁴41 into, what is this sum? 9 plus 1, 10, 27 plus 3, 30, and total 40, and 40 plus 81 is equal to what? 121. Then 3⁴41 into 121 എന്നാണ് ഈ ടേം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത്. നീ നോക്കുക ഫാക്ടർ ഏതാണുള്ളത്. 3⁴41 3 ഒന്നും ഇവിടെ വരുന്നില്ല. 3 ഉണ്ടെങ്കിൽ 3 ഫാക്ടർ കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷേ 121 ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കുക. 121ൻ്റെ ഫാക്ടർ ഏതാണ്? ദറ്റ് ഈസ് 11 ഈസ് ഫാക്ടർ ഓഫ് 121. therefore 11 ഈസ് ദ ആൻസർ. മുമ്പുള്ള ക്വസ്റ്റൻ പേപ്പറിലെ മറ്റു ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. -7n+1 into -7/5 ഈസ് ഈക്വൽ ടു -7/7. വാട്ട് ഈസ് n ഈസ് ദ വാല്യൂ? ദെൻ ബേസ് ഈസ് -7 -7 -7. അതുകൊണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. -7n+1 + 5 ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പവർ തമ്മിൽ ആഡ് ചെയ്യണം. n+1 + 5 ഈസ് ഈക്വൽ ടു വാട്ട്? 7. ദറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 5 + 1 6 ആയി കഴിഞ്ഞ് n ഈസ് ഈക്വൽ ടു വാട്ട്? n ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ആൻസർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2⁻m+n ഈസ് ഈക്വൽ ടു 256. 2⁻m ഈസ് ഈക്വൽ ടു 16. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n എന്നുള്ളതാണ് ചോദ്യം. 2⁻m+n നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 2⁻m ഇൻറ്റു 2⁻n. 2⁻m ഇൻറ്റു n ആണ് 2⁻m+n വരിക. ദെൻ 2⁻m ഹാസ് ദ വാല്യൂ 16. 16 ഇൻറ്റു എന്ത് വരും? 2⁻n വരും. 16 ഇൻറ്റു 2⁻n ഈസ് ഈക്വൽ ടു വി ഗെറ്റ് ദ വാല്യൂ 256 തന്നിട്ടുണ്ട്. ദെൻ 2⁻n ഇക്വേറ്റ് ചെയ്യാൻ 256 ബൈ വാട്ട്? ഈ 16 ട്രാൻസ്ഫർ ചെയ്യും 16 വരും. ആ 256 സ്ക്വയർ ഓഫ് 16 ദറ്റ് ഈസ് ഈക്വൽ ടു 16 എന്നുള്ള ആൻസർ കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് 2⁻n ഈസ് ഈക്വൽ ടു 16. 16 ഈസ് ഈക്വൽ ടു വാട്ട്? 2⁴. therefore n ഈസ് ഈക്വൽ ടു വാട്ട്? 4. n ഈസ് ഈക്വൽ ടു 4 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2⁻n - 2⁻n-1 ഈസ് ഈക്വൽ ടു 4 എന്നുള്ളതാണ് ചോദ്യം. ദെൻ ഇതിൽ നോക്കുമ്പോൾ 2⁻n ആണ് ബിഗ് പവർ, 2⁻n-1 സ്മോൾ പവർ ആണ്. ഇത് 5 ആണെങ്കിൽ ഇത് 4. അപ്പോൾ 2⁴ എടുക്കുമ്പോൾ ഒരു 2 എക്സ്ട്രാ ഇവിടെ വരും. ദറ്റ് ഈസ് n-1 + 1 ആണ്. n-1യിലൂടെ +1 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 2⁻n എന്നുള്ള ടേം കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് 2⁻n-1 എന്നുള്ള ഫാക്ടർ ഇതിൽ കോമൺ ആണെന്ന് പറയാം. 2⁻n-1 എടുക്കുമ്പോൾ ബാക്കി ഒരു 2 ഇവിടെ എക്സ്ട്രാ വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 2.
minus 2 raised to n minus 1 എടുത്തു കഴിഞ്ഞു. Therefore, what is 1? That is equal to, we get 4. 4 equate ചെയ്തിട്ടുണ്ട്. 2 raised to n minus 1 into 2 minus 1 is what? 1. That is 2 raised to n minus 1 is equal to 4. That is 2 square. That is n minus 1. n minus 1ന്റെ വാല്യൂ എന്തായി കഴിഞ്ഞു? 2 ആയി കഴിഞ്ഞു. Therefore, n is equal to, n minus 1 2 ആണ്, n is equal to what? 3. But the question is n cube. n cube is equal to what? 3 cube. That is equal to 27 എന്നുള്ള ആൻസർ കിട്ടും. Then next question, 2 raised to n plus 2 raised to n plus 1 is equal to 12. What is the value of n എന്നുള്ളതാണ്. 2 raised to n plus 2 raised to n plus 1 is equal to 12. 2 raised to n 2 raised to n plus 1. ബിഗ് പവർ ഏതാണ്? 2 raised to n plus 1. സ്മോൾ പവർ ആണ് ഔട്ട് സൈഡ് എടുക്കേണ്ടത്. സ്മോൾ പവർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എഴുതാം 2 raised to n into here what? 1 plus ഇത് 2 raised to n into 1 ആണ്. 2 raised to n into 1 2 ആണ്. 2 raised to n into 2 ആണ് 2 raised to n plus 1 ആയിട്ട് കിട്ടുക. അപ്പോൾ 2 raised to n പുറത്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും? 2 വരും. അതായത് 2 raised to n പുറത്തെടുക്കുമ്പോൾ 2 raised to n plus 1. Therefore 2 raised to n എടുത്തു. Therefore next factor 2 അവിടെ വരും. 2 raised to n into 1 plus 2 is equal to what? 12. Then 2 raised to n into 3 is equal to 2 raised to n into 3 is equal to 12. Then 2 raised to n is equal to what? 4 വരും. That is equal to what? 2 square. And 2 square കിട്ടുമ്പോൾ n is equal to what? n is equal to 2 എന്നുള്ള ആൻസർ എഴുതാം. And next question, 2 raised to n minus 1 plus 2 raised to n plus 1 is equal to 320. What is n എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, 2 raised to n minus 1 സ്മോൾ ഫാക്ടർ ആണ്. 2 raised to n plus 1 ബിഗ് പവർ ആണ്. അപ്പോൾ ഇത് നമ്മൾ 2 raised to n minus 1 ആണ് ഔട്ട് സൈഡ് എടുക്കേണ്ടത്. നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ഇങ്ങനെ എഴുതാം. 2 raised to n minus 1 plus 2 raised to, this is n minus 1 plus 2. n minus 1 ആണ് പ്ലസ് 2 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? n plus 1 കിട്ടുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? 2 raised to n minus 1 plus 2 raised to n minus 1 into 2 raised to എന്ന് എഴുതാം. 2 raised to n minus 1 into 2 raised to, that is 2 raised to n minus 1 plus 2 എന്നുള്ള ഫോമിലേക്ക് വരാം. Then 2 raised to n minus 1 is common factor. 2 raised to n minus 1 ഔട്ട് സൈഡ് എടുക്കാം. 2 raised to n minus 1 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 2 square കിട്ടും. 2 square. That is equal to 2 raised to n minus 1 into 1 plus 2 square is what? 5. 1 plus 4 is 5. Then equate ചെയ്യാം. വാല്യൂ എത്രയാണ്? 320 ആണ്. 320 എന്ന് കിട്ടും. 320 ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 raised to n minus 1ന്റെ വാല്യൂ that is equal to 320 by what? 5. 320 by 5. 325 by 5 ചെയ്യാൻ എളുപ്പ വഴി എന്താ വെച്ചാൽ 320 എന്ത് ചെയ്യുക? ഡബിൾ ചെയ്യുക by 10 ചെയ്യുക. അതാണ് എളുപ്പ വഴി. ദറ്റ് ഈസ് 320 into 2 640 വരും. 640 by 10 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 64. ആൻഡ് 64ന്റെ വാല്യൂ എന്താണ്? ദറ്റ് ഈസ് 2 raised to 6 ആണ്. 64 is 2 raised to 6. Then we get n minus 1 is equal to 6. n is equal to what? n is equal to നമുക്ക് എന്ത് കൊടുക്കാം? 7 എന്നുള്ള ആൻസർ കിട്ടും. Then next question, 2 raised to n plus 1 plus 2 raised to n minus 1 divided by 2 raised to n plus 1 minus 2 raised to n minus 1 is equal to what is value എന്നുള്ള ചോദ്യം. 2 raised to n plus 1 2 raised to n minus 1 കണ്ടു. സ്മോൾ പവർ ഏതാണ്? 2 raised to n minus 1 ആണ്. അപ്പോൾ വലിയ പവറിനെ പ്ലസ് സ്മോൾ പവർ ടേമിലേക്ക് മാറ്റി എഴുതുകയാണ് നമുക്ക് ഉചിതം. ദാറ്റ് ഈസ് 2 raised to n minus 1 into 2 raised to what? 2. അപ്പോൾ n minus 1 plus 2 എന്ത് വരും? n minus 1 plus 2 n plus 1 ആയി മാറും. പ്ലസ് 2 raised to n minus 1 ഡിവൈഡ് ബൈ ഇവിടെ അതേമാതിരി തന്നെ 2 raised to n minus 1 into 2 raised to 2 പ്ലസ് മൈനസ് ഇവിടെ മൈനസ് ആണ്. 2 raised to എന്ത് വരും? n minus 1. Then 2 raised to n minus 1 is common. 2 raised to n minus 1 എന്ത് ചെയ്യുക? ഔട്ട് സൈഡ് എടുക്കുക. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മുകളിൽ എന്ത് വരും? 2 square വരും. പ്ലസ് ഈ 2 raised to n minus 1 എടുക്കുമ്പോൾ 1 വരും. Then total division ചെയ്യുമ്പോൾ 2 raised to n minus 1 ഇവിടെ 2 raised to n minus 1 കോമൺ ഫാക്ടർ ആണ്. ദറ്റ് ഈസ് 2 raised to 2 മൈനസ് എന്ത് വരും? 1 വരും. 2 raised to n minus 1 2 raised to n minus 1 രണ്ട് ക്യാൻസൽ ചെയ്യുക. മുകളിൽ 2 square plus 1 ഉണ്ട്. 4 plus 1 എന്ത് വരും? 5 വരും. 2 square minus 1 4 minus 1 എന്ത് വരും? 3 വരും. ദറ്റ് ഈസ് ആൻസർ. ചോദ്യം 5/3 the whole raised to minus 5 into 5/3 the whole raised to minus 11 is equal to 5/3 the whole raised to 4x. എപ്പോഴും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ബേസ് ആർ ഈക്വൽ ആണെന്നുള്ളത്. ബേസ് ഒക്കെ ഈക്വൽ ആണ്. ദർഫോർ ഇത് m plus n എന്നുള്ള ഇക്വേഷൻ a raised to m into a raised to n is equal to a raised to m plus എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ -5 പ്ലസ് ഒന്നും എഴുതാൻ നിൽക്കരുത്. ഇവിടെ ഈ
എം പ്ലസ് എൻ എന്നുള്ള അഡീഷൻ എന്നുള്ളതിനെ നിങ്ങൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കളക്ഷൻ എന്നുള്ള രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അഡീഷൻ ആസ് കളക്ഷൻ. ദെൻ -5 -11 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4x കിട്ടും. -5 -11 5 പോയി 11 പോയി, 5 ലോസ് 11 ലോസ്, ആകെ നഷ്ടമാണ്. ദാറ്റ് ഈസ് -16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x. ആൻഡ് 4 into 4 is 16, ബട്ട് 4 into -4 is -16. Then x is equal to -4 എന്നുള്ള ആൻസർ കിട്ടും. And 15 raised to 3/2 into 15 raised to x by 2 is equal to 15 raised to 8. That is base are equal. Base equal ആവുന്നത് സിമ്പിൾ ആണ് എപ്പോഴും. Therefore equity എന്ന് നേരത്തെ പ്രോബ്ലം എന്താ 3/2 plus what x by 2 is equal to what 8. And base ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. വെരി സിമ്പിൾ. That is 3 plus x by 2 is equal to 8. And 3 plus x is equal to what 2 and 8 അങ്ങോട്ട് പോകുമ്പോൾ 16 കിട്ടും. ഇവിടെ ആലോചിക്കുക 3 plus 13 is equal to 60. That is x is equal to എന്ത് കിട്ടും? 30 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 raised to m plus 1 minus 5 raised to m is equal to 100. ചെയ്ത ഒരേ പ്രൊസീജിയറാണ്. 5 raised to m is a common factor. 5 raised to m ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ 5 വരും, മൈനസ് ഇവിടെ എന്ത് വരും 1 വരും. is equal to we get what 100. That is 5 raised to m into 5 minus 1 is equal to what 2 raised to m into 4 എന്ന് കിട്ടും. That is equal to 100. Then 5 raised to m is equal to what 100 by 4. That is equal to what 25. 5 raised to m 25 ആയി മാറി. 5 raised to m 25 is what 5 square. Therefore m is equal to what 2. m എന്ത് കിട്ടും 2 എന്നുള്ള ആൻസർ കിട്ടും. That what is 25 the whole raised to 3 the whole raised to 1 by 2. നമ്മൾ 25 raised to 3 ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആകെ ടൈം വേസ്റ്റ് ആവും. ദെൻ വാട്ട് ഹാപ്പൻ 25 raised to 3 the whole raised to 1 by 2 നമ്മൾ ഒന്ന് മാറ്റി എഴുതുക. 25 raised to 1 by 2 the whole raised to 3 എന്നാക്കി എഴുതുക. ആൻഡ് ദീസ് ടു ക്വസ്റ്റ്യൻസ് ആർ സെയിം ആൻഡ് ആൻസേഴ്സ് ആർ സെയിം. ദെൻ 25 raised to 1 by 2 is very simple. 25 raised to 1 by 2 സ്ക്വയർ റൂട്ട് ഓഫ് 25 ആണ്. വർഗ്ഗമൂലം 5 കിട്ടും. 5 into 5 the whole raised to 3 എന്ന് വരും. 5 raised to 3 and 5 raised to 3 is what 5 into 5 into 5 that is 125 എന്നുള്ള ആൻസർ കിട്ടും. And last question 25 raised to 0.5 into 16 raised to 0.5 and what is 0.5? അതിൻ്റെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റുക 1 by 2 into 16 raised to what is 0.5 1 by 2. Then 25 raised to 1 by 2 is what square root of 25 into square root of what 16. That is equal to 25 square root is 5 into square root of 4 is 16 is equal to 4. That is equal to answer is 20. നന്ദി. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.